ഹലോ മക്കളെ, സെക്കൻഡ് ടൈം എക്സാം നമ്മൾ അതിഗംഭീരമായിട്ട് എഴുതി കഴിഞ്ഞു. സൈലത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചോദ്യങ്ങൾ അതേപടിയായിരുന്നു എക്സാമിന് ചോദിച്ചിരുന്നത്. സൂപ്പർ സിക്സിൽ പറഞ്ഞ ചോദ്യങ്ങൾ വാല്യൂസ് പോലും മാറാതെയാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്ങനെ എഴുതിയാലാണ്, എത്തരത്തിൽ എഴുതിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കാവുന്നത് ഞാനിവിടെ കൃത്യമായിട്ട് പറയും. സോ എല്ലാവരും വ്യക്തമായിട്ടിരുന്ന് ഈ കാണുന്ന അനാലിസിസ് കാണും, മനസ്സിലാക്കും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സെക്കൻഡ് ടൈം എക്സാം ആണ്, നമ്മുടെ മെയിൻ എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ള പരീക്ഷ തന്നെയാണ് സെക്കൻഡ് ടൈം എക്സാം. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കിനി മെയിൻ എക്സാമിന് ബാക്കിയുള്ളൂ. മോഡൽ എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 15 ശേഷം വരുന്നതായിരിക്കും. മെയിൻ എക്സാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മാർച്ച് 1 തീയതിയാണ് ആരംഭിക്കുന്നത്. സോ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മൾ എല്ലാം പഠിക്കാനുള്ള സമയമാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്കിനി നമ്മുടെ മെയിൻ എക്സാമിന് ബാക്കിയുള്ളൂ. ഈ കാണുന്ന ചോദ്യങ്ങളിൽ പലതും നമുക്ക് എന്താണ് മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാം. സെയിം ചോദ്യം വന്നില്ലെങ്കിൽ തന്നെ, ഡിറ്റോ ചോദ്യം വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഇതേ പാറ്റേണുള്ള ചോദ്യങ്ങൾ ഒരുപാട് എണ്ണം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ടിരുന്ന് നിർബന്ധമായിട്ട് കണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് ലഭിച്ചു എന്നും എല്ലാവരും മനസ്സിലാക്കും. നമ്മൾ നേരെ തന്നെ നമുക്കത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ പാറ്റേൺ പറയുന്നു. ആദ്യ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8 ക്വസ്റ്റ്യൻ നിങ്ങൾ 6 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. 6 എണ്ണത്തിലെ ഓരോന്നിനും 3 മാർക്ക് വെച്ചൊക്കെ ലഭിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ, എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സെറ്റ് മറ്റൊരാൾ സബ്സെറ്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വെൻ ഡയഗ്രം വരയ്ക്കേണ്ടതെന്ന് ഞാൻ എക്കാലവും പറയാറുണ്ട്. 1ന്റെ ഉള്ളിലാണ് നമ്മൾ 1 വരയ്ക്കേണ്ടത്. ഇതിനകത്ത് ആരാണോ വലുത് അവനാണ് പുറത്ത് വരിക. അതായത് പുറത്ത് ബി ആണ് മക്കളെ, ഉള്ളിൽ എ ആണ്. ആൻഡ് നമുക്ക് എന്താണ്, ഇവരുടെ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ ആണ് വേണ്ടത്. അതായത് രണ്ടിലും കോമൺ ആയി നിൽക്കുന്ന ഭാഗമാണ് ആവശ്യം. രണ്ടിലും കോമൺ ഉണ്ട്. ഈ കാണുന്ന എ എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് വരുന്നത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്, അതിന് ഉത്തരം മറ്റൊന്നും മക്കളെ എ കഴിഞ്ഞു. ആൻഡ് ഇവന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ചോദ്യം പറയുന്നത്? റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഈക്വൽ ടു -1 0 1. ഈ പറയുന്ന 3 എലമെന്റ്സ് ഉള്ള സെറ്റ് ഉണ്ട് എ. ഇവന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. നോക്കാം. എ ഈക്വൽ ടു -1 0 1. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? എംപ്റ്റി സെറ്റ് എഴുതേണ്ടത്. എംപ്റ്റി സെറ്റ് എംപ്റ്റി എഴുതി. പിന്നെ നമ്മൾ എന്താ, ഓരോ എലമെന്റ്സിനെയും ഒറ്റയ്ക്ക് എഴുതുക. അതായത് -1 എഴുതി, പിന്നെ 0 എഴുതി, പിന്നെ 1 എഴുതി. പിന്നെ അറ്റ് എ ടൈം 2 പേര് എഴുതുക. -1 0, പിന്നെ 0 1 and -1 1. ഇനി നമ്മൾ അറ്റ് എ ടൈം 3 പേര് എഴുതുക. അതായത് -1 0 1. മൊത്തം എത്ര പേരുണ്ടെന്ന് ഒന്ന് എണ്ണുകോ. 1 2 3 4 5 6 7 8 8 പേരുണ്ട്. പക്കയാണ്. കാരണം നമുക്കറിയാം നമ്പർ ഓഫ് സബ്സെറ്റ് ഇറ്റ് ഇസ് സെയിം ആസ് 2 raised to n, അതായത് 2 cube. ദി ആൻസർ ഇസ് 8. ഓക്കെ, അപ്പോൾ 8 പേര് നമുക്ക് എന്താണ് ഇതിനകത്തുണ്ട്. 8 സബ്സെറ്റാണ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ വൺ, ദി ഫിഗർ റെപ്രസെന്റ് ദി ഗ്രാഫ്. ഇത് ഏത് ഫംഗ്ഷൻ ഗ്രാഫാണ്? നമ്മൾ പഠിച്ചിരുന്നു മക്കളെ, വി പോൾ നിൽക്കുന്നവൻ മോഡുലസ് ആണെന്ന് അറിയാം. മോഡുലസിന്റെ അപ്വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ mod x plus a. നോക്കൂ, ഇവിടെ എത്ര യൂണിറ്റ് നമുക്ക് അപ്വേർഡ് ഉണ്ട്? നമുക്കിത് 2 യൂണിറ്റ് ആണ് മേലോട്ട് ഷിഫ്റ്റ് വരുന്നത്. സോ എന്താണ് എ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, അത് 2 ആണ്, mod x plus 2. ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, mod x plus 2. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഡൊമെയിൻ ഇറ്റ് ഇസ് സെയിം ആസ് റിയൽ നമ്പേഴ്സ്. ആൻഡ് പിന്നെ റേഞ്ച് നോക്കാം. എവിടെ നിന്നാണ് y ആക്സിസ് ആരംഭിക്കുന്നത്? ഇവിടെ നിന്നാണ്. ഈ കാണുന്ന ലൈനിന്റെ മേൽഭാഗത്താണ് നമുക്കെന്ത് കംപ്ലീറ്റ് ഗ്രാഫ് വരുന്നത്. അതായത് 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമുക്കെന്ത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈക്വൽ ടു 2 to infinity, close to 2 and open infinity. That's it. Next one, prove that sin x plus sin 3x divided by cos x plus cos 3x it is same as tan 2x. കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഇതൊരു sin x plus sin y ഫോമാറ്റ് ആണ്. sin x plus sin y it is same as 2 sin x plus y by 2 cos x minus y by 2. and ഇവനോ cos x plus cos y ഫോമാറ്റ് ആണ്. it is same as 2 cos x plus y by 2 and cos x minus y by 2. ഇതാണ് ഫോർമുല. അപ്പോൾ എല്ലാവർക്കും ഫോർമുല അറിയാലോ. നോക്കി, sin x plus sin y ആണെങ്കിൽ 2 sin x plus y by 2 cos x minus y by 2. അത് സൈനേ ഭയങ്കര മാന്യനാണ്. എന്താ, 2 പേരും ഉണ്ടാവും, സൈനും കോസും കേട്ടോ. പക്ഷെ കോസ് അങ്ങനെയല്ല. കോസ് കട്ട സെൽഫിഷ് ആണ് മക്കളെ.
അറ്റ് എ ടൈം ഒരാൾ മാത്രം. പ്ലസ് ആണെങ്കിൽ രണ്ടും കോസ് ആയിക്കോട്ടോ. 2 cos x plus y by 2 cos x minus y by 2. ഇതാണ് ഫോർമുല. നമ്മൾ നേരത്തെ തന്നെ എന്താണ് ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് 3x ആണ്. സോറി, എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ആൻഡ് വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് 3x ആണ്. നേരെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. സോ sin x plus sin 3x ഇറ്റ് ഇസ് സെയിം ആസ്, നോക്കി എല്ലാവരും, 2 sin ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യാം. എക്സ് പ്ലസ് 3x ഇറ്റ് ഇസ് സെയിം ആസ് 4x. 4x മാത്രമല്ല, നമുക്ക് എന്താണ് ഒരു ബൈ 2 കൂടി ഉണ്ട്. 4x by 2 അതായത് 2x. cos x minus y by 2 അതായത് x minus 3x. x minus 3x ഇറ്റ് ഇസ് സെയിം ആസ് minus 2x. minus 2x by 2. നോക്കിയേ മക്കളെ, ഇതാണ് കേട്ടോ. 1 minus 2x ഉണ്ട്, താഴെ എന്താണ് ബൈ 2 ഉണ്ട്. വെട്ടിപ്പോയി മക്കളെ, 2 വിട്ട് ബാക്കി എവിടെ നിന്നുണ്ട്? മൈനസ് എക്സ് ഉണ്ട്. cos ഓഫ് മൈനസ് എക്സ് നമുക്കറിയാം. cos ഓഫ് മൈനസ് എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് cos എക്സ്. കാരണം cos ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇത് cos എക്സ് ആയി മാറി. നോക്കൂ, cos ഓഫ് മൈനസ് എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് cos എക്സ് കേട്ടോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി. ഡിവൈഡഡ് ബൈ cos x plus cos y ഇറ്റ് ഇസ് സെയിം ആസ് 2 cos x plus y by 2. സോ 2 cos രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുക. x plus 3x 4x by 2 it is same as 2x. and cos x minus y by 2 x minus 3x നമുക്കറിയാം minus 2x ആണ്. minus 2x divided by 2 it is same as minus x. ഇതേ സെയിം തന്നെ വരും മക്കളെ. cos of minus x it is same as cos x. വന്മാർ വെട്ടിപ്പോയി, 2 into പോയി, ബാക്കി എന്തുണ്ട്? sin 2x divided by cos 2x it is same as tan 2x. 1 സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ. 1 സ്റ്റെപ്പിൽ നമ്മൾ എന്താ ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 മാർക്കാണ് ഈ പറയുന്ന ക്വസ്റ്റ്യന് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n. ടു കൂൾ, ഭയങ്കര സിമ്പിളാണ്. എന്താ, നമുക്ക് പവർ എന്താണോ അതിനോടൊപ്പം ഒരു 1 ആഡ് ചെയ്യാം. സോ പവർ 2n ആണ്, ഒരു 1 ആഡ് ചെയ്തേ, 2n plus 1 ആൻസറായി. അടുത്തത് എക്സ്പാൻഡ് x square minus 1 by x whole raised to 4. നമുക്കറിയാം പവർ 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നെങ്കിൽ 14641 ഓർമ്മ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ നമ്മൾ 4 ആണെങ്കിൽ 4c0 മുതൽ 4c4 വരെ എല്ലാവരും എഴുതുക. 4c0 മുതൽ 4c4. സോ 4c0, 4c1, 4c2, 4c3 ആൻഡ് 4c4. ഒന്നാമത്തെ ആള് എക്സ് സ്ക്വയർ, അയാളുടെ പവർ കുറച്ചുകൊണ്ടേ പോവുക. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? എക്സ് സ്ക്വയർ എഴുതി. മേലെ ഇവിടെ 4 അല്ലേ മക്കളെ, മാക്സിമം പവർ 4 അല്ലേ, 4 എഴുതി. പിന്നെ എന്താ, പവർ കുറയ്ക്കുക. എക്സ് സ്ക്വയർ എഴുതി, അതിൻ്റെ ക്യൂബ്, പിന്നെ എക്സ് സ്ക്വയർ എഴുതി, അതിൻ്റെ സ്ക്വയർ, പിന്നെ എക്സ് സ്ക്വയർ എഴുതി, പവർ 1 എഴുതണ്ട. അവസാനം എന്താണ്? എക്സ് സ്ക്വയർ ഇല്ല, കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ 1/x ആണ്, അവൻ്റെ പവർ കൂട്ടിക്കൊണ്ടേ പോവുക. ആദ്യം 1/x എഴുതണ്ട, പിന്നെ നമ്മൾ എന്താണ് ഒരു 1/x എഴുതുക നൈസായിട്ട്, പിന്നെ 1/x സ്ക്വയർ, പിന്നെ 1/x ക്യൂബ്, അവസാനം 1/x raised to 4. ഇവിടെ മൈനസ് ആണ്. മൈനസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ്, അതായത് ആദ്യം പ്ലസ് ഇടുക, പിന്നെ മൈനസ് കേട്ടോ, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, കഴിഞ്ഞു. 4c0 1 ആണെന്നറിയാം. എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 അത് എക്സ് റേസ് ടു 8 ആണ് മക്കളെ. 2 into 4 നമുക്ക് 8 ആണെന്നറിയാം. സോ ഇറ്റ് സെയിം ആസ് എക്സ് റേസ് ടു 8. അടുത്ത് 4c1 4 ആണെന്നറിയാം. സോ മൈനസ് എഴുതി 4. എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് നോക്കിയേ, 2 into 3 6 ആണെന്നറിയാം. സോ എക്സ് ടു ദി പവർ 6 into 1/x പ്ലസ് 4c2 ഇറ്റ് ഈസ് സെയിം ആസ് 6. 4 into 3 divided by 1 into 2 കേട്ടോ. 6 x square whole square x raised to 4. So 6 x raised to 4 into 1/x square minus 4c3 4 into x square into 1/x cube. 4c4 1 ആണെന്നറിയാം, and 1/x raised to 4. ഇതാ മക്കളെ, നമുക്കിവിടെ 5 വട്ടം പോവും, 2 വട്ടം, ഇവിടെ 1 വട്ടം ആൻഡ് 4 വട്ടം കഴിഞ്ഞു. ഒന്ന് വൃത്തിയിൽ എഴുതാം. അതായത് എക്സ് ടു ദി പവർ 8 മൈനസ് 4
എക്സ് ടു ദി പവർ 5 പ്ലസ് 6x² മൈനസ് 4/x പ്ലസ് 1/x⁴. സോ എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൃത്യമായിട്ട് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ആൻസർ അവരുടെ ചോദ്യമാണിത് ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞത്. മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ കമ്മിറ്റി ഓഫ് 3 persons is to be considered from a group of 2 men and 3 women. മക്കളെ മൊത്തം 2 മെന്നും 3 വുമണും. അതായത് നമ്മുടെ കയ്യിൽ മൊത്തം 5 പേരുണ്ടോ, 5 members. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ. അതായത് 5 പേരിൽ നിന്ന് 3 പേരെ എത്ര രീതിക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് സെയിം ആസ് 5C3. മൊത്തം 5 പേര്, 5ൽ നമുക്ക് 3 പേര് ആവശ്യമുണ്ട്. 5C3 വേസിൽ പോസിബിൾ ആണ്. അതായത് മക്കളെ ഇറ്റ് ഈസ് സെയിം ആസ് 5 × 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2 × 3 ഇറ്റ് ഈസ് സെയിം ആസ് 10. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ നേരെ തന്നെ കാൽക്കുലേറ്റ് അടിച്ച് നോക്കൂ. ഉത്തരം 10 ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും 5C3 ഇറ്റ് ഈസ് സെയിം ആസ് 5C2. ഒരുപാട് നിയമങ്ങൾ നമ്മൾ എന്താണ് കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്. NCR ഇറ്റ് ഈസ് സെയിം ആസ് NCN-R. ഇതാണ് റൂൾ വരുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ. മുന്നോട്ട് പോകുന്നു. ഹൗ മെനി ഓഫ് ദിസ് കമ്മിറ്റി വുഡ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 man? മകളെ അറ്റ്ലീസ്റ്റ് 1 man എന്താണ് അറ്റ്ലീസ്റ്റ്? മിനിമം. അതായത് എനിക്ക് 3 പേരെ കമ്മിറ്റിയിൽ മിനിമം എനിക്ക് ഒരു പുരുഷൻ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ പോസിബിൾ ആണ് എനിക്ക് എൻ്റെ കമ്മിറ്റി ചൂസ് ചെയ്യാനായിട്ട്? നമുക്കറിയാം 2 men ഉണ്ട്. 2 മെന്നിലെ ഒരാളെ മാത്രം എടുക്കാൻ വേണമെങ്കിൽ 2C1 ബേസിൽ നമ്മുടെ കമ്മിറ്റിയുടെ കോറം തികഞ്ഞോ? ഇല്ല. കമ്മിറ്റി മൊത്തം 3 പേര് വേണം. അതിൽ നമ്മൾ എന്താണ് ഒരാളെടുത്തു. ഇനി ബാക്കി എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ബാക്കി 2 പേര് നമ്മൾ എന്താണ് 3 സ്ത്രീകളുണ്ടല്ലോ, 3 വുമൺസ് ഉണ്ടല്ലോ. 3 വുമൺസ് നമ്മൾ എന്താണ് 2 പേരെ ചൂസ് ചെയ്തു. എത്ര ഒഴിക്ക് പറ്റും? 3C2 ബേസിൽ. അതായത് മൊത്തം 3 പേര് വേണം, ഒരാളെ ആയിട്ടുള്ളൂ. സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി 2 പേര് ആവശ്യമുണ്ട്. അതുകൊണ്ട് മക്കളെ മൾട്ടിപ്ലിക്കേഷൻ 3C2 3 പേരായി. അതുകൊണ്ട് കമ്മിറ്റിയുടെ സെലക്ഷൻ കഴിഞ്ഞു. സോ പ്ലസ് ഇട്ടു. മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു പുരുഷൻ നമുക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് 1 man ആണ്. വേണമെങ്കിൽ 2 പുരുഷന്മാരാകാം, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് അല്ലേ, ഒരാൾ ഹാപ്പി. 2 പേരും വേണമെങ്കിൽ ആവാലോ, 2 പുരുഷന്മാർ. അതായത് 2 പുരുഷന്മാരുണ്ട്, 2 പേരെയും വേണമെങ്കിൽ ചൂസ് ചെയ്യാം 2C2 ബേസിൽ. ബാക്കിയുള്ളത് ഒരു പോസ്റ്റ് മാത്രമാണ്. അത് നമ്മളെന്താണ് 3 സ്ത്രീകളുണ്ട്. 3 സ്ത്രീകൾ നമ്മളെന്താണ് ഒരു സ്ത്രീയെ ചൂസ് ചെയ്യുന്ന മക്കളെ ഇൻറ്റു 3C1. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട്. ഇത്രമാത്രം പോരാ, നമുക്ക് എന്താണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. 2C1 ഇറ്റ് ഈസ് സെയിം ആസ് 2 ഇൻറ്റു 3C2 ഇറ്റ് ഈസ് സെയിം ആസ് 3 പ്ലസ് 2C2 it is same as 1 into 3C1 3. So 6 plus 3, the answer is 9. 9 മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മുന്നോട്ട് പോകുന്നു ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ L പാസിംഗ് ത്രൂ ദി പോയിന്റ് 25 - 36. എന്താണ് സ്ലോപ്പ്? 2 പോയിന്റ് അറിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യേണ്ടത്? Y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് 6 - 5 1 divided by x coordinates in difference -3 - 2, അതായത് -5. The answer is -1/5. കഴിഞ്ഞു. മുന്നോട്ട് പോകുന്നു. Find the equation of a line passing through 2, -3 and perpendicular to the line L. ഈ പറയുന്ന ലൈൻ Lന് ഇതാണ്ട് ലൈൻ L. ഓക്കെ, ഈ ലൈൻ L. ഈ ലൈൻ Lന് പെർപെൻഡിക്കുലർ ആയിട്ട് -2, 3 കൂടെ 2, -3 എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. 2, -3 ലൈൻ്റെ ഇക്വേഷൻ. ടു സിമ്പിൾ. നമുക്ക് Lൻ്റെ സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് ഓഫ് L ഞാൻ മക്കളെ ഈ കാണുന്നവനെ ഞാൻ L1 വിളിച്ചു കേട്ടോ. L1 സ്ലോപ്പ് ഓഫ് L എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതേ Lൻ്റെ സ്ലോപ്പ് നമുക്കറിയാം, അത് -1/5 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ L1ൻ്റെ സ്ലോപ്പ് എന്താ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഈ കാണുന്ന സ്ലോപ്പ് തിരിച്ചിടുക, സൈൻ മാറ്റാം. സോ സ്ലോപ്പ് ഓഫ് L1 ഇറ്റ് ഇസ് സെയിം ആസ് മക്കളെ -1/5 അല്ലേ, തിരിച്ചു 5/1, അതായത് 5. സൈൻ മാറ്റി ഇവിടെ നെഗറ്റീവ് അല്ലേ,
പോസിറ്റീവ് ആക്കി, +5. ഇതാണ് നമുക്ക് എന്ത് ഈ പറയുന്ന L1 സ്ലോപ്പ്. L1 സ്ലോപ്പ് കിട്ടി, L1 പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. സോ ബൈ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ബൈ പോയിന്റ് സ്ലോപ്പ് ഫോം, y minus y1 equal to m into x minus x1. സോ y മൈനസ് മക്കളെ പോയിന്റ് y1 ഈ കാണുന്നതാണ് x1 y1. എല്ലാവരും നോട്ട് ചെയ്തോളൂ, മറക്കരുത്, ഇവനാണ് എൻ്റെ x1 y1. സോ y1 ആരാ -3 ഈക്വൽ ടു m, സ്ലോപ്പ് പറയാം 5 ഇൻറ്റു x മൈനസ് x1. എന്താ x1? ഈ കാണുന്ന പോയിന്റ് 2 മൈനസ് മൈനസ് പ്ലസ് ആയിട്ടോ. സോ y +3 ഈക്വൽ ടു 5 ഇൻറ്റു x, മക്കളെ ഉള്ളിൽ കേട്ടോ, 5x - 10. ഓക്കെ, ഒന്ന് വൃത്തിയാക്കാം. y ഈക്വൽ ടു ഞാൻ എഴുതി 5x. ഈ +3 ഇപ്പുറം പോയി എന്തായി, അവൻ -3 ആയി മാറി. -10 - 3 ഇറ്റ് ഈസ് സെയിം ആസ് -13. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരിത്തരമായിട്ട്. എല്ലാവർക്കും തന്നെ ഈ കാണുന്ന ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ അടുത്തേക്ക് പോകുന്നു. ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ and having radius r. Simple. Center origin 0 0, radius r. എന്താണ് സർക്കിൾ ഇക്വേഷൻ? x² + y² = r². അല്ലെങ്കിൽ നമുക്കറിയാം x - h whole square plus y - k whole square equal to r². അറിയാലോ, h, k എന്താ 0 0. സോ 0 ആയി ബ്രോ. x - 0 അതായത് x തന്നെയാണ്, x² plus y² y - 0 കേട്ടോ, y² ഈക്വൽ ടു r². കഴിഞ്ഞു. മുന്നോട്ട് പോകുന്നു. ഫൈൻഡ് ദി സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും വേണം. നമ്മൾ ട്രിക്കെല്ലാം വെച്ച് പഠിച്ചിരുന്നു. ട്രിക്ക് വെച്ച് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x² + y² + 2gx + 2fy + c = 0. അതായത് 2g, എക്സിൻ്റെ മുമ്പിലുള്ളവനാരാ 2g ആണ്. ഇവിടെ എക്സ് മുമ്പിൽ ആരാ 8 ആണെന്ന് അറിയാം. സോ 2g ആരാ മക്കളെ? 2g എന്ന് പറയുന്നത് അത് 8 ആണ് കേട്ടോ. ആൻഡ് ഇവിടെയോ വൈയുടെ മുമ്പിൽ 2f, ഇവിടെയോ -10. സോ 2f = -10. സോ g = 8/4, 8/2 അതായത് 4. ആൻഡ് f = മക്കളെ -10/2 അതായത് -5. നമുക്കറിയാം സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ -g, -f ആണ്. സോ g എന്ന് പറയുന്നത് 4 ആണെങ്കിൽ നേരെ ചിഹ്നം മാറ്റാം. -4 ആണെന്ന് -g എന്ന് പറയുന്നത്. സോ -4, ആൻഡ് f എന്ന് പറയുന്നത് -5 ആണ്. സോ -f ആകുമ്പോൾ ചിഹ്നം മാറ്റാം മക്കളെ. -5 +5 ആക്കാം, +5 -4, 5. ഇനി ഇങ്ങനെയും പറയാം കേട്ടോ. എങ്ങനെയാ? ഈ പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 അല്ലേ, 8 അല്ലേ, അതിനെന്താ ഡിവൈഡഡ് ബൈ -2 ചെയ്യാം. ഇറ്റ് ഈസ് സെയിം ആസ് -4. ഇനെന്താ ഇവനെ നമ്മൾ ഡിവൈഡഡ് ബൈ -2 ചെയ്യാം. അതുകൊണ്ട് y കോർഡിനേറ്റ് 19 കട്ടായി പോയി. ബാക്കി എന്തുണ്ട് 5, അവൻ 11. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നതാണ് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിനെ ഡിവൈഡഡ് ബൈ -2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് സെൻറ്റർ ആയിരിക്കും. മുന്നോട്ട് പോകുന്നു. ഞാൻ റേഡിയസിലേക്ക് പോകുന്നു. റേഡിയസ് = √g² + f² - c. g², g നമുക്കറിയാം അത് 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് f², f it is same as -5. So -5 whole square it is same as 25 minus c. മക്കളെ എക്സും വൈയും ഇല്ലാത്തൊരുത്തനുണ്ടല്ലോ, -8. ഇവനാണ് നമ്മുടെ c എന്ന് പറയുന്നത്. സോ c = -8. സോ -8 നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറി. സോ 25 + 16 ഇറ്റ്സ് 41 + 8 49. √49 it is same as 7. സോ സെൻറ്റർ എന്ന് പറയുന്നത് -4, 5 ആൻഡ് റേഡിയസ് ഇറ്റ് is same as 7. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. nth term of a GP with first term a and common ratio r is. ഓക്കെ, nth term നമുക്കറിയാം n is equal to a into r⁻n - 1. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തേക്ക് പോകുന്നു. ദി ഫോർത്ത് ടേം ഓഫ് GP, GPയിലെ ഫോർത്ത് ടേം അതായത് f4 equal to
സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം ആയ സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ A2ൻ്റെ സ്ക്വയർ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -3, സോ A = -3. ഫൈൻഡ് സെവൻത്ത് ടേം A7 എന്താണ്, ഇതാണ് ചോദ്യം. ഓക്കെ, ഇത് നമുക്കറിയാം A4 = A2². A4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് സെയിം ആസ് AR³ മക്കളെ. ഈ കാണുന്ന ഫോർമുല കേട്ടോ, ഇതാണ് ഫോർമുല. ഇവിടെ 4 അല്ലേ, സോ AR³ ആണ് ഫോർമുല ആയിട്ട് വരുന്നത്. ഇറ്റ് സെയിം ആസ് A2 എന്ന് പറഞ്ഞാൽ അത് AR ആണ്, ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, അത് ഈ കാണുന്ന സ്ക്വയർ എഴുതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു, ഒന്ന് ഗംഭീരമാക്കി എഴുതുന്നതിന് AR³ ഇറ്റ് സെയിം ആസ് A × R³, യാതൊരു മാറ്റവും ഇല്ല, ഇൻറ്റു ഈക്വൽ ടു AR ഹോൾ സ്ക്വയർ ഇറ്റ് സെയിം ആസ് A² R². R² R³ വെട്ടിപ്പോയി മക്കളെ, എയും A² വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു R ബാക്കിയുണ്ട്, ഇവിടെ A ബാക്കിയുണ്ട്, A = R. വിച്ച് ഇംപ്ലൈസ് നമുക്കറിയാം A എന്ന് പറയുന്നത് -3 ആണ്, സോ R = -3. R നമുക്ക് എന്താണ്, -3 തന്നെയാണ്, കാരണം Aയും R ഈക്വൽ അല്ലേ, അതുകൊണ്ട് മാത്രം അല്ലേ ഈ കാണുന്ന A നമ്മൾ എന്താണ് -3 കൊടുത്തു. മുന്നോട്ട് പോകുന്നു. ഇവിടെ ബാക്കി എന്തുണ്ട്, ഡിറ്റർമൈൻ സെവൻത്ത് ടേം. എന്താണ് സെവൻത്ത് ടേം എന്ന് പറയുന്നത്, അതായത് A7 ഇറ്റ് ഈസ് സെയിം ആസ് AR⁶. എന്താണ് A എന്ന് പറയുന്നത് മക്കളെ, അത് -3 ആണ്, സോ -3 ഇൻറ്റു -3⁶, കാരണം R⁶ ഇറ്റ് സെയിം ആസ് -3⁶. അതായത് മൈനസ് എഴുതി 3�7. ഇതാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ചരിത്രമായിട്ട് വരുന്നത്. അവസാനിച്ചു ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഞാൻ മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 9 to 16 കൺസിസ്റ്റ് ഓഫ് 6 questions. നമ്മൾ 6 ആൻസർ ചെയ്യണം. 8 നമ്മൾ 6 ഉത്തരം എഴുതണം. ആൻഡ് ഈച്ച് ക്യാരീസ് 4 marks. നിങ്ങൾ 6 മാത്രം എഴുതാൻ മതി കേട്ടോ. മുന്നോട്ട് പോകുന്നു. എന്ന് പറയുന്നത് 1, 2, 3, 4 etc. 12 വരെയുണ്ട്. ഡിഫൈൻ റിലേഷൻ R on A by R equal to x, y such that y equal to x² + 1. x, y belongs to A. എക്സും വൈയും എവിടെയാണ് മക്കളെ, അത് എയിലത്തെ എലമെൻ്റ് ആണ്. നമ്മളിവിടെ റിലേഷൻ ഉണ്ട്, ഇവരെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൃത്യമായിട്ട് എക്സിന് ഓരോ വാല്യൂസും കൊടുക്കും. ഞാൻ ആദ്യം എക്സിന് 1 കൊടുത്തു, x = 1. x 1 ആകുമ്പോൾ y ആരാ, ഓടിപ്പോട്ടെ മക്കളെ, എക്സിന് 1 കൊടുത്തേ 1² + 1 2 അല്ലേ. 1 + 1 1² 1 ആണെന്ന് പറയാം, 1 + 1 2, സോ y 2y. അപ്പോൾ എന്താ പോയിന്റ് 1,2. അടുത്ത് x 2 ആയിട്ട് മാറി. x 2 ആകുമ്പോൾ 2² + 1, 2² 4 ആണെന്നറിയാം, 4 + 1 5 ആണെന്നറിയാം, y = 5, 2,5. x 3 ആയിട്ട് മാറി. ഇപ്പം എന്ത് കിട്ടും, 3², 9 + 1 10, y = 10, അതായത് 3,10. x 4 ആയിട്ട് മാറി. ഇപ്പോൾ എന്ത് കിട്ടും, 4² 16, 16 + 1 17 ആണെന്നറിയാം. 17 നമുക്ക് എന്താണ്, ഈ കാണുന്ന സെറ്റിലെ എലമെൻ്റ് അല്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് y എന്ന് പറയുന്നത് എവിടെയാ, y A ഉണ്ടാവണം. 17 A ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്താണ് അടുത്ത് എഴുതാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന 3 പേരാണ് മക്കളെ നമ്മുടെ റിലേഷനകത്തുള്ളൂ. സോ R equal to സെറ്റ് ഓഫ് ഓൾ 1 2 അല്ലേ, 1 2 2 5 3 9 3 10 കഴിഞ്ഞു. ഇതിൻ്റെ ഡൊമെയിൻ എഴുതണം, ഇതിൻ്റെ റേഞ്ച് എഴുതണം. വളരെ ഈസിയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് കോർഡിനേറ്റ്സ് ആണ് ഡൊമെയിൻ, അതായത് 1 2 3 ആണ് ഡൊമെയിൻ. ഇതിൻ്റെ y കോർഡിനേറ്റ്സ് അതാണ് റേഞ്ച് 2 5 10. ഡൊമെയിൻ റേഞ്ച് കഴിഞ്ഞു. അടുത്തെന്താണ്, കോഡൊമെയിനും ആവശ്യമുണ്ട്. റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ വിച്ച് മീൻസ് R is from A to A. ഇതാണ് അതിൻ്റെ മീനിങ്. നമുക്കറിയാം സെക്കൻഡ് സെറ്റ് എന്താണോ അതാണ് നമ്മുടെ കോഡൊമെയിൻ. സോ കോഡൊമെയിൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് A. കഴിഞ്ഞു. മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ z equal to 1 + 3i, write its conjugate. ഓക്കെ, കോൺജുഗേറ്റ് ഓഫ് z which means z bar. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റാം. 1 ഇതാണ് നമുക്ക് ഇമാജിനറി പാർട്ട്,
പ്ലസ് 3 ആണ്. നേരെ സൈൻ മാറ്റുമ്പോൾ എന്താണ് അത് -3 ആയി. ഓക്കെ, അടുത്ത് ഫസ്റ്റ് വൺ കേട്ടോ. സെക്കൻഡ് വൺ, റൈറ്റ് ദി മോഡുലസ് ഓഫ് സെറ്റ്. മോഡ് സെറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ, റിയൽ പാർട്ട് 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇവിടുത്തെ അയ്യുള്ള പാർട്ട് ഏതാ? ഇവനാണ്. ഇവിടെ 3 ആണ് വരുന്നത്. നമുക്കെന്ത് ഇമാജിനറി പാർട്ട് 3, 3ൻ്റെ സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 9. ഓ നോ, somewhere else. Yeah, 9 root 10. Okay, അടുത്തെന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z, which means z inverse equal to z bar divided by modulus of z square. വളരെ സിമ്പിളായി അല്ലേ? z bar എന്താ? നമുക്കറിയാം 1 - 3i ആണ്. സോ 1 - 3i ഡിവൈഡഡ് ബൈ mod z square. നമുക്കറിയാം mod z it is same as root 10. So mod z square it is same as root 10 square. അതായത് നമുക്ക് 10. So 1/10 minus 3/10 i. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ എല്ലാവർക്കും തന്നെ ഈ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫൈൻഡ് ദി സം ഓഫ് സീക്വൻസ് ഓഫ് 3, 33, 333, 43 എന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ എന്താണ് ക്ലാസ്സിനകത്ത് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണ്, ക്ലാസ്സിൽ നമ്മൾ 777 ആണ് ചെയ്തിരുന്നത്. അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും വരുന്നത്. അത് വളരെ സിമ്പിളാണ്. എന്താ വേണ്ടത്? നമുക്കൊരു സം ആവശ്യം 3 + 33 + 333 പ്ലസ് എക്സെട്ര. എല്ലാത്തിലും നമുക്കറിയാം എന്താ 3 കോമണാണ്. 3 അതിനകത്തുണ്ട്. ഞാൻ 3നെ കോമണെ പുറത്ത് എഴുതി. ബാക്കിയോട് 3 പോയി, ബാക്കിയോട് 1 പ്ലസ് 33 3 ബാക്കിയോട് വന്നിട്ടുണ്ട് 11 പ്ലസ് ഇവിടെ നിന്ന് പോയി ബാക്കിയോട് വന്നിട്ടുണ്ട് 111 പ്ലസ് എക്സെട്ര. എത്ര പേരുണ്ട് അങ്ങനെ? അങ്ങനെ മക്കൾ നമുക്ക് എന്താണ് n ടേംസ് ആണുള്ളത്. സോ ടോട്ടൽ എത്ര പേരുണ്ട്? n ടേംസ് കേട്ടോ, അപ് ടു n ടേംസ്. ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ട്? ഇവിടെയും n ടേംസ് ഉണ്ട് കേട്ടോ. n ടേംസ് അവിടെ ഉണ്ട്. മുന്നോട്ട് പോകുന്നു ഞാൻ. എല്ലാത്തിനും നമ്മളെന്താണ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൂടെ തന്നെ നമുക്കറിയാം ഡിവൈഡ് ചെയ്യണം. ഞാനിതാ നേരെ തന്നെ 9 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്തു. ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ബൈ 9 കൊടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഓരോന്നിനും ചെയ്യണം. 1 × 9 9 പ്ലസ് 11 × 9 99. ഒന്നും ആലോചിക്കണം മക്കളെ, എല്ലാം ഒന്നുണ്ടല്ലോ, 9 ആക്കി മാറ്റാം. വേറെ ഒന്നും ആലോചിക്കണം. 999 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. കഴിഞ്ഞു. ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻ ഒരേപോലെ ഉണ്ടോ? 9 ഉണ്ടല്ലോ. നമ്മൾ എഴുതി 10 - 1. നമ്മളെല്ലാത്തിൻ്റെയും 10 സ്ക്വയർ 10 ക്യൂബ് 10ൻ്റെ ഹയർ പവേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ 3/9 ഇൻറ്റു 10 - 1 പ്ലസ് നമുക്കറിയാം 99 ഇറ്റ് ഇസ് സെയിം ആസ് 100 - 1. അതായത് 10 സ്ക്വയർ - 1 ആണ്. 10 സ്ക്വയർ - 1 പ്ലസ് 999 നമുക്കറിയാം അത് 10 ക്യൂബ് ആണ്. 1000 - 1 ആണ് നമുക്ക് എന്ത് 999 എന്ന് പറയുന്നത്. സോ 10 ക്യൂബ് - 1 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? 10ൻ്റെ ടേംസ് എല്ലാം ഗ്രൂപ്പ് ചെയ്തു കേട്ടോ. സോ 3/9 ഇൻറ്റു 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ് ഉണ്ട്. സോ 10⁻n മൈനസ് ഓഫ് മക്കളെ നോക്കിയാൽ -1 -1 -1 എല്ലാത്തിലും -1. അങ്ങനെ n -1 ഉണ്ട്. സോ എന്താണത് -n ആയിട്ട് മാറി. -n. ഓക്കെ, -1 10 ടൈംസ് ഉണ്ടെങ്കിൽ അത് -10 ആണ്. -1 20 ടൈംസ് ഉണ്ടെങ്കിലോ അത് -20 ആണ്. -1 n ടൈംസ് ഉണ്ടെങ്കിലോ അത് -n ആണ്. ഇതാണ് -n. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ കാണുന്നത് ജി പി ആണ്. ജി പി 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് എക്സെട്ര 10⁻n. n ടേംസ് ഉണ്ട്. എന്താ ഫോർമുല? സം ടു n ടേംസ് ഓഫ് ജി പി a ഇൻറ്റു r⁻n -1. സോ 10⁻n -1 ഡിവൈഡഡ് ബൈ 10 - 1 9. ഇവിടെ ഒരു -n ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? LC എടുക്കുന്നു. സോ 3/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n -1 വെച്ചാൽ ഇവിടെ ബൈ 1 അതാണ്.
ക്രോസ് ചെയ്യാം കേട്ടോ. സോ മൈനസ് 9n ഹോൾ ഡിവൈഡഡ് ബൈ 9. ഓക്കെ, 3 in 9 3 times 3 into 9 27 ആണെന്നറിയാം. സോ 1/27. 10 into 10 raised to n minus 1 minus 9. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ടുണ്ട്. എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് യാതൊരു സംശയവുമില്ലാതെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. y എന്ന് പറയുന്നത് 3x². അങ്ങനെ ഡിവൈഡ് ബൈ x എന്താ 3 into ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് 2x. അത് അവിടെ നിന്ന് കിട്ടി ഡെറിവേറ്റീവ് ഓഫ് x⁴n nx raised to n minus 1. ഇതാണ് ഫോർമുല കേട്ടോ. ഓക്കെ, സോ x² ആകുമ്പോഴോ ഡെറിവേറ്റീവ് ഓഫ് x². എന്നിന് പകരം എന്താ ഇറ്റ് ഇസ് 2. സോ ഓടിപ്പോയിട്ട് ഇതിലെന്താണ് എവിടെയാണോ എന്നുള്ളത് ആ കാണുന്ന n 2 കൊടുക്കുക. സോ 2 into x raised to 2 minus 1. സോ 2 into x raised to 1 2x. ഇതാ 2x കിട്ടി, which means 6x. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ y equal to sin into cos. സോ ഡിവൈഡ് ബൈ dx. നമുക്കറിയാം ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് sin x ഉണ്ട്, മറ്റൊന്ന് cos x ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വി വാണ്ട് ടു യൂസ് പ്രൊഡക്റ്റ് റൂൾ. എന്താ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇറ്റ് സെയിം ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് വരുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ആരാണ്? അത് sin x ആണ്. സോ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x പ്ലസ് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് sin x ഡെറിവേറ്റീവ്. സോ sin x cos എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് മൈനസ് sin x പ്ലസ് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ഇത് സെയിം ആസ് cos x. cos x ഇൻറ്റു cos x cos square x. sin x ഇൻറ്റു sin x sin square x. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് നോക്കി മക്കളെ മൈനസ്. ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് cos square x മൈനസ് sin square x. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സോൾവ് ദി ഇൻഇക്വാലിറ്റി. 2 into x plus 3 minus 10 less than or equal to 3 into x minus 2. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ തന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. സോ 2x plus 6 minus 10 less than or equal to 3x minus 6. ഞാൻ എക്സിനോട് സ്ഥലം ഒരു ഭാഗത്തും എക്സ് ഇല്ലാത്തതിനോ മറുഭാഗത്തും എഴുതുന്നു. സോ 2x അങ്ങനെ തന്നെ എഴുതി. ഈ കാണുന്ന 3xന് ഇപ്പുറം കൊണ്ടുവന്നു കേട്ടോ. സോ മൈനസ് 3x ലെസ് ദാൻ ഇക്വൽ ടു മൈനസ് 6 അങ്ങനെ തന്നെ എഴുതി. മക്കളെ 6 minus 10 ഇറ്റ് സെയിം ആസ് മൈനസ് 4. മൈനസ് 4 ഇപ്പുറം പോയി എന്തായി? അത് പ്ലസ് 4 ആയിട്ട് മാറി. പ്ലസ് 4. 2x minus 3x ഇറ്റ് സെയിം ആസ് മൈനസ് 6 ലെസ് ദാൻ ഇക്വൽ ടു മൈനസ് 6 പ്ലസ് 4 ഇറ്റ് ഈസ് മൈനസ് 2. വിച്ച് ഇംപ്ലൈസ് നമുക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന മൈനസ് എക്സിന് വാല്യൂ ഉള്ളൂ, നമുക്ക് എക്സ് ആണ് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് എക്സ് എന്തായി മാറി? നേരെ ചിഹ്നം മാറ്റം അറിഞ്ഞില്ല കേട്ടോ, അത് പ്ലസ് എക്സ് ആയി. പിന്നെ മൈനസ് 2 ചിഹ്നം മാറ്റാം, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റാം. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആക്കാം കേട്ടോ, 2 ആയിട്ട് മാറി. ഇന്നിക്വാലിറ്റി ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ അത് തിരിയും മക്കളെ. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തിരിയും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, നമ്പർ ലൈനാണ്. വളരെ വളരെ സിമ്പിളായി നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന നമ്പർ ലൈനാണ്. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഉള്ള നമ്പർ ലൈനാണ്. ആൻഡ് ഇവിടുത്തെ പോയിന്റ് 2 ആണെന്നറിയാം, ഞാൻ 2 മാർക്ക് ചെയ്തു. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, അതുകൊണ്ട് ഹോളാണ് വേണ്ടത്. ഹോൾ എക്സിൻ്റെ വാല്യൂ 2-നേക്കാളും വലുത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ 2-നേക്കാളും വലുത് നമുക്ക് ഈ കാണുന്ന ഭാഗമാണ്. അങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടി പോകുന്നു മക്കളെ, ശ്രദ്ധിക്കുക എല്ലാവരും. ദേ വരച്ചു കഴിഞ്ഞു. ഇത്ര മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മുന്നോട്ട് പോകുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 14th one. Find the equation of a line L that cuts off equal intercept. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നതും
y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഞാൻ അവനെ പേര് വിളിച്ചു എ. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ ഇൻ്റർസെപ്റ്റ് ഫോം. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ ഇൻ്റർസെപ്റ്റ് ഫോം എന്താണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. എ എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ്, ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്. ഇവിടെ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും എല്ലാം ഈക്വൽ ആണ്. ആൻഡ് ഇറ്റ് ഈക്വൽ ടു എ. ഞാനിത് ഈ കാണുന്ന ബി മാറ്റി എന്താക്കി? അത് എ ആക്കി മാറ്റി. വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഹോൾ ബൈ എ ഈക്വൽ ടു 1. ഈ കാണുന്ന എ എന്താ? ഇപ്പുറം പോയിട്ടോ. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. എന്താ അടുത്ത് പറയുന്നത്? ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ആൻഡ് പാസസ് ത്രൂ 2, 3. നമ്മുടെ ഈ പറയുന്ന ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണിത് 2, 3. മക്കളെ, ലൈനിലൊരു പോയിന്റ് ആണെങ്കിൽ അത് ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സിൻസ് 2, 3 ലൈസ് ഓൺ 1. ഓക്കെ, മുൻപ് പറയാൻ പറ്റും സാറ്റിസ്ഫൈസ് ഇക്വേഷൻ. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. എക്സിന് 2 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക. 2 + 3 which implies a equals 5. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിതാ ഈ കാണുന്ന ഇക്വേഷൻ ഒന്നിലെന്താണ്? എക്ക് വരെ 5 കൊടുക്കുന്നു. therefore ഇക്വേഷൻ ഓഫ് L is L ഉണ്ട് കേട്ടോ. L is x plus y equals 5. ഓക്കെ, വരച്ചു കഴിഞ്ഞു. അടുത്ത പറയുന്നത് find the distance of the point -3, 2 from line L. -3, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ കാണുന്ന പോയിന്റിൽ നിന്ന് ലൈൻ എല്ലിലേക്കുള്ള ദൂരം എത്രയേ? എല്ലാം വിടറോ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന +5 ആണ് ഇവിടെ ഉള്ളത്. അവൻ ഇപ്പുറം കൊണ്ടു നോക്കില്ല, അതെന്തായി? അത് -5 ആയിട്ട് മാറി. -5 = 0. എന്താണ് ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ ഫോർമുല? ഡിസ്റ്റൻസ് ഡി ഇസ് സെയിം ആസ് ax1 + by1 + c divided by root of a² + b². ഇതാണ് ഫോർമുല. അതായത് നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ ഒരു മോഡൽസ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനകത്ത് എക്സിന് പകരം -3 കൊടുക്കാം, വൈക്ക് പകരമോ 2 കൊടുക്കാം. ഇത്ര മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? എക്സിന് പകരം -3 ആകുമ്പോൾ -3 പ്ലസ് വൈക്ക് പകരം 2 കേട്ടോ. 2 -5 ഡിവൈഡഡ് ബൈ root of a² + b². എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതാണ് എൻ്റെ എയും ബി എന്ന് പറയുന്നത്. സോ 1² + 1² 2 മോഡുലസ്. -3 + 2 -1 -1 -5 -6 മോഡുലസ് ഓഫ് -6 + 6 ആണ് 6/√2. ഓക്കെ, 6/√2 എഴുതാം. ഇനി വേണമെങ്കിൽ അതിനെ ചെറുതാക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഇസ് സെയിം ആസ് 3√2. ഓക്കെ, 6/√2 എന്ന് പറയുന്നതും 3√2 എന്ന് പറയുന്നത് സെയിം ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ, 3√2. ഓക്കെ, അടുത്തേക്ക് പോകും നമ്മൾ. സൈൻ ഓഫ് π - x. സൈൻ ഓഫ് π - x നമുക്കറിയാം. പൈ ആണെങ്കിൽ ഇവിടുത്തെ ട്രിഗണോമെട്രി റേഷ്യോ ഏതാണ്? അവൻ തന്നെയായിരിക്കും sin x. ഒരു കാര്യം കൂടിയുണ്ട്. π - x എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ? 0 π/2 π. സോ π - x സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് നമുക്ക് എന്താണ്? സൈൻ പോസിറ്റീവ് ആണ്. ഓൾ സിൽവർ ടീ കപ്സ് സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മക്കളെ +sin x ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. sin 15ൻ്റെ വാല്യൂ എത്രയാണ്? എല്ലാവരും ഓർക്കേണ്ടത് 45 ± 30 ആണ്. എക്സാമിനൊന്നെങ്കിൽ sin 75 tan 75 cos 75 അല്ലെങ്കിൽ sin 15 cos 15 tan 15. ഇത് മൂന്നുമാണ് ചോദിക്കാം. അപ്പോൾ 45 ± 30 ഇതാണ് ഓർത്തിരിക്കേണ്ടത്. 15 ആകുമ്പോഴോ 45 - 30 കഴിഞ്ഞു. സോ 45 sin 15 it is same as sin 45 - 30. It is of the form sin of x - y, sin x cos y. So sin x എന്ന് പറയുന്നത് 45 ആണ്, sin 45. cos y എന്ന് പറഞ്ഞാൽ cos 30 മൈനസ് cos x sin y. So cos x എന്ന് പറയുന്നത് 45 sin y എന്താ? y 30. sin 45 1/√2 ആണ്. ആൻഡ് cos 30 is same as √3/2 മൈനസ് cos 45 1/√2 ആണ്. sin 30 1/2 ആണ്. ഓക്കെ, 1/√2 × √3/2
ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് √3 ഡിവൈഡഡ് ബൈ 2 √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 √2. ഇറ്റ് ഈസ് സെയിം ആസ് മക്കളെ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 √2. ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ ഫോർ ഗിവൺ ക്വസ്റ്റ്യൻ. നമ്മളിതാ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കൃത്യമായിട്ട് നോക്കാം. 3D എന്ന ക്വസ്റ്റ്യനിലെ 3D എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യനാണ് ഈ പറയുന്നത്. -3 2 -1 ഏത് ഒക്ടൻ്റാണ്? ട്രിക്ക് ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് പ്ലസ് ഓക്കെ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 4 പ്ലസ് 4 മൈനസ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കാം. അതെവിടെയാ? ഇവിടെ 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 4 പോസിബിലിറ്റി. വൈ പോസിറ്റീവ് ആവാം. അതെവിടെയൊക്കെ ഉണ്ട്? വൈ പോസിറ്റീവ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഇതെൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് മക്കളെ. ഇതെൻ്റെ വൈയും ഇതെൻ്റെ സെറ്റും കേട്ടോ. സെഡോ സെഡ് നെഗറ്റീവ് ആവാം. അതെവിടെയാ? അതിവിടെ. ഇത് മൂന്നും പോസിബിൾ ആവുന്നത് ഈ കാണുന്നത് മാത്രമാണ്. ഇത് എത്രാമത്തെ ഒക്ടൻ്റാണ്? 1 2 3 4 5 6. ദി ആൻസർ ഇസ് 6th octant. 6th one. ഓക്കെ, നോക്കൂ, ഇത് ടേബിളാണ് കേട്ടോ. നിങ്ങൾ NCERT ബുക്കിനകത്തുള്ള ടേബിളാണ്. വളരെ സിമ്പിളായിട്ട് ഈ കാണുന്ന ടേബിൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. നിങ്ങളെല്ലാവരും വരച്ച് നോക്കണം, പഠിക്കണം. ട്രിക്ക് മറക്കരുത്. പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് പ്ലസ് പിന്നെന്താ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 4 പ്ലസ് 4 മൈനസ്. സിമ്പിളാണ് ആൻസർ ചെയ്യാനായിട്ട്. ചെക്ക് ഫോർ ദി പോയിന്റ് A 0 7 10, B -1 6 6 and C -4 9 6 represent the vertices of triangle, right angle triangle എന്ന് പറഞ്ഞു ചോദിക്കുന്നു. ABC. നമുക്ക് ഏത് ഫോർമുല വേണ്ട? ഡിസ്റ്റൻസ് ഫോർമുല. പൈത്തോറസ് വേറെ ഒന്നും വേണ്ട. നമ്മളുടെ AB യും BC യും AC യും കാണും മക്കളെ. AB BC AC ഇത് മൂന്നാണ് ആവശ്യം. റൂട്ട് ഓഫ് AB. ഇതാണ് AB. എക്സ് കോർഡിനേറ്റ്സിന് ഡിഫറൻസ്, വൈ അതിൻ്റെ സ്ക്വയർ, വൈ കോർഡിനേറ്റ്സിന് ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ, സെഡ് കോർഡിനേറ്റ്സിന് ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ. -1 -0 -1 ആണ്. -1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 6 -7 ഇറ്റ് ഇസ് സെയിം ആസ് അഗൈൻ -1 -1 സ്ക്വയർ 1 പ്ലസ് 6 -10 ഇറ്റ് ഇസ് സെയിം ആസ് -4 സ്ക്വയർ എന്ന് പറയുന്നത് 16. സോ ഔട്ട് ഓഫ് 18. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് എഴുതി വെച്ചേക്കട്ടോ കേട്ടോ. പിന്നെ BC ആണ് ആവശ്യം. ബിയും സി കേട്ടോ. നോക്കിയേ, -4 -1. ശ്രദ്ധിക്കുക, -4 -1 ആകുമ്പോൾ -4 + 1 ആയിട്ട് മാറി. ഇറ്റ് ഇസ് സെയിം ആസ് -3 സ്ക്വയർ 9 പ്ലസ് 9 -6 ഇറ്റ് ഇസ് സെയിം ആസ് 3 സ്ക്വയർ 9 പ്ലസ് 6 - 6 0 0 സ്ക്വയർ 0 ഇറ്റ് ഇസ് സെയിം ആസ് അഗൈൻ √18. അടുത്ത് AC മക്കൾ. ഇതാണ് A, ഇതാണ് C കേട്ടോ. അപ്പോൾ നോക്കിയേ, -4 -0 -4 സ്ക്വയർ 16 പ്ലസ് 9 - 7 ഇറ്റ് ഈസ് 2 സ്ക്വയർ 4 പ്ലസ് 6 - 10 ഇറ്റ് ഈസ് അഗൈൻ -4 സ്ക്വയർ ഇറ്റ് ഈസ് 16. ഇറ്റ് ഈസ് √36. നിങ്ങൾ നോക്കാം, ഇതിലേതെങ്കിലും 2 പേരുടെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണെന്ന് നോക്കാം. നമുക്ക് AB സ്ക്വയറും BC സ്ക്വയറും AC സ്ക്വയറും ആവശ്യമുണ്ട്. കാരണം പൈത്തോറസ് സിദ്ധാന്തം അങ്ങനെയാണ് പറയുന്നത്. AB സ്ക്വയർ √18ൻ്റെ സ്ക്വയർ 18, BC സ്ക്വയർ √18ൻ്റെ സ്ക്വയർ അഗൈൻ 18 ആൻഡ് AC സ്ക്വയർ ഇറ്റ് ഈസ് സ്ക്വയർ ഓഫ് √36 ഇറ്റ് ഈസ് 36. സിമ്പിൾ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ നമുക്ക് എന്താണ് മക്കളെ? AC സ്ക്വയർ ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പക്ഷേ എൻ്റെ ചോദ്യം അങ്ങനെയല്ല. എവിടെയാണ് റൈറ്റ് ആംഗിൾ? നമുക്ക് വരയ്ക്കുമ്പോൾ എന്താണ് ഇങ്ങനെ വരച്ചു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ചിലപ്പോൾ ഇത് A ആകാം, ഇവിടെ B, ഇവിടെ C, അങ്ങനെയാവാം. ചോദ്യം അതല്ല, 90 ഡിഗ്രി വരുന്ന ഈ സൈഡ് ഏതാണ്? അത് A ആണോ? ഈ കാണുന്നത് വെർട്ടെക്സ് ഏതാണ്? അത് A ആണോ, B ആണോ, C ആണോ? അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആ പ്ലസ് ഉള്ള ഭാഗം എടുക്കാം. അതിൽ
രണ്ടിലും വരുന്ന ആൽഫബറ്റ് ഏതാ? എ ആണോ ബി ആണോ സി ആണോ? രണ്ടിലും ബി ഉണ്ട്. വിച്ച് മീൻസ് റൈറ്റ് ആംഗിൾ അറ്റ് ബി. ബാക്കി എയും സിയും കഴിയും. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആൻഡ് റൈറ്റ് ആംഗിൾ അറ്റ് ബി. ഇറ്റ്സ് റൈറ്റ് ആൻസർ ഫോർ ഗിവൻ ക്വസ്റ്റ്യൻ. നമുക്ക് ഇത്രയും നമ്മളെന്താണ് മക്കളെ 4 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിതാ 6 മാർക്കിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. 17 മുതൽ 20 വരെ 4 ചോദ്യങ്ങളുണ്ട്. 4 ചോദ്യത്തിലെ 3 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ നമുക്ക് എന്താണ് 6 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിതാ 17th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും നോക്കൂ എന്താണ് 17th ക്വസ്റ്റ്യൻ. യൂണിവേഴ്സ് സെറ്റ് ഇറ്റ് ഇസ് സെയിം ആസ് 1 to 10 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് 6 ഉൾപ്പെടെയുള്ള ആദ്യ 6 എണ്ണ സംഖ്യകൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം വരുന്നത്. സോ എ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മക്കളെ 1 2 3 4 5 6. ബി സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. നമ്മൾ പ്രൈം നമ്പേഴ്സ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാമായിരിക്കും. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, 5 പ്രൈം ആണ്, 7 പ്രൈം ആണ്. അപ്പോൾ ചോദിക്കേണ്ടത് 9 പ്രൈം അല്ല നമുക്കല്ല 9 പ്രൈം അല്ല. എന്തുകൊണ്ടാണ്? 9ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 9നെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പേഴ്സ് പറയുന്നത് 1ഉം 9ഉം മാത്രമല്ല. 1ഉം 9ഉം മാത്രമായിരുന്നെങ്കിൽ പ്രൈം ആയേനെ. 1ഉം 9 മാത്രമല്ല, നമുക്ക് എന്താണ് കൂടെ 3യും കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവൻ പ്രൈം അല്ല എന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. സോ എയും കഴിഞ്ഞു, ബിയും കഴിഞ്ഞു. അപ്പോൾ റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം അവസാനിച്ചു. ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി. മക്കൾ എ യൂണിയൻ ബിയും വേണം, എ ഇന്റർസെക്ഷൻ ബിയും വേണം. എന്താണ് എ യൂണിയൻ ബി? വിച്ച് മീൻസ് എയിലും ബിയിലുമുള്ള കംപ്ലീറ്റ് എലമെന്റ്സ്. നമുക്ക് എ അറിയാം 1 2 3 4 5 6 1 2 3 4 5 6. ആൻഡ് ബി എന്താ? ബി നമുക്കറിയാം 2ഉം 3ഉം 5ഉം ഓൾറെഡി എഴുതി, 7 മാത്രമേ എഴുതാൻ ബാക്കിയുള്ളൂ. 7 കൂടി എഴുതി. ഇതാണ് എ യൂണിയൻ ബി. നെക്സ്റ്റ് വൺ എ ഇന്റർസെക്ഷൻ ബി. ഇത് സെയിം ആസ് മക്കളെ എയിലും ബിയിലും കോമൺ ആയി നിൽക്കുന്ന എലമെന്റ്സ് മാത്രം എഴുതി വയ്ക്കുക. 2ൽ കോമൺ ആരാ? നോക്കുമ്പോൾ 2ൽ കോമൺ 2 കോമണാ, 3 കോമണാ, 5 കോമണാ. 2 3 5 അതാണ് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി. മുന്നോട്ട് പോകുന്നു. വെരിഫൈ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇറ്റ് ഇസ് സെയിം ആസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അതായത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആരൊക്കെയാണ്? എ ഇന്റർസെക്ഷൻ ബി ഇല്ലാത്തത് നോക്കിയേ, ഇതാണ് മക്കളെ എ ഇന്റർസെക്ഷൻ ബി 2 3 5. സോ 2 3 5 ഒഴികെ ബാക്കി എല്ലാവരും 2 ഒഴിവാക്കുക, 3 ഒഴിവാക്കുക, 5 ഒഴിവാക്കുക. 1 മുതൽ 10 വരെ കേട്ടോ. 1 ഉണ്ട്, 2 ഇല്ല, 2 ഒഴിവാക്കണം, 3 ഒഴിവാക്കണം, 4 5 ഒഴിവാക്കി, 6 7 8 9 10. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അടുത്തെന്താ വേണ്ടത്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ്? എയിൽ ഇല്ലാത്തവൻ നോക്കിയേ. എ എന്ന് പറയുന്നത് 1 2 3 4 5 6. ഇതിന് പുറമെ 10 വരെ നമുക്കറിയാം 7 8 9 10 ഉണ്ട്. അവന്മാർ ഉൾപ്പെടുത്തി 7 8 9 10. ബി കോംപ്ലിമെന്റ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മക്കളെ 2 3 5 7 പുറമെ ബാക്കി എല്ലാവരും നമുക്കറിയാം 1 അപ്പം ഉണ്ട്. 2 3 5 7 ഒഴിവാക്കാം കേട്ടോ. സോ 1 ഉണ്ട്, 2 3 ഇതിൽ വന്നു, 4 ഉണ്ട്, 5 ഇവിടെയുണ്ട് ഒഴിവാക്കി, 6 ഉണ്ട്, 7 അവിടെയുണ്ട്, 8 9 10. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇറ്റ് ഇസ് സെയിം ആസ് ഞാനിതാ ബി കോംപ്ലിമെന്റ് ആദ്യം എഴുതി, അല്ലെങ്കിൽ 1 4 6 8 9 10. എക്സ്ട്രാ വരുന്നത് ഇതിന് പുറമെ 7 മാത്രമാണ്. ഇതാ 7 കൂടി എഴുതി. നോക്കാം സെയിം ആണെന്ന്. 1 ഉണ്ട്, 4 ഓക്കെ ഉണ്ട്, 6 ഓക്കെ ഉണ്ട്, 7 ഉണ്ട്, 8 9 10 8 9 10. So these two are equal. A intersection B whole complement it is same as A complement union B complement. D Morgan's എക്സാമിന് 100% ചോദിക്കുന്നവർ ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Find the number of arrangements of the letters of the word trigonometry. Trigonometry എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. അതിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്രയാണെന്ന് വളരെ സിമ്പിളാണ്. എത്ര പേരുണ്ടെന്നുണ്ടുക? 1 2 3 4 5 6 7 8 9 10 11 12. സോ 12 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നോ? അല്ല. ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് എല്ലാവരും നോക്കാം. അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ടി ഉണ്ടോ? 2 ടി ഉണ്ട്. ആറുണ്ടോ? 2 ആറുണ്ട്. പിന്നെ 2 ഓ ഉണ്ട്.
കഴിഞ്ഞില്ലേ? വേറെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ് മക്കളെ, 2t ഉണ്ട്. സോ 2t ഉള്ളതുകൊണ്ട് 2 ഫാക്ടോറിയൽ. ഇനി 3t ഉണ്ടായിരുന്നെങ്കിൽ 3 ഫാക്ടോറിയൽ കേട്ടോ. 2 o ഉണ്ട്. സോ 2 ഫാക്ടോറിയൽ. 2 r ഉണ്ട്. സോ 2 ഫാക്ടോറിയൽ. സോ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നിങ്ങളെല്ലാവരും കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഡു ദി വേർഡ്സ് സ്റ്റാർട്ട് വിത്ത്. നോക്കൂ, ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു ദി വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണെന്ന ചോദ്യം. നമുക്കറിയാം മൊത്തം 12 പീസ് ഉണ്ട്. മൊത്തം 12. അതിനകത്ത് ഒന്നാമത്തെ ആൾ ടി ആയിരിക്കാം. ബാക്കിയുള്ള 11 നമുക്ക് എന്താണ്, ആര് വേണമെങ്കിലും ആകാം. ആര് വേണമെങ്കിലും പ്രശ്നമല്ല. സോ ഈ കാണുന്ന 11 നമുക്കറിയാം അത് 11 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഡിവൈഡർ ബൈ. കഴിഞ്ഞോ? ഇല്ല. റിപ്പീറ്റേഷൻ നോക്കണം. ആർക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ? ഒരു ടി പോയി കേട്ടോ. ഒരു ടി പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇനി ബാക്കി ഒരു ടി ഉള്ളു. അപ്പോൾ അതുകൊണ്ട് 2 ഫാക്ടോറിയൽ. ഈ കാണുന്ന ടി 2 നമ്മൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ 2 ഫാക്ടോറിയൽ എഴുതിയിരുന്നു. ഇപ്പോൾ ഒരു ടി ഫിക്സഡ് ആയി കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് എന്താണ്, ഈ കാണുന്ന 11 എന്താണ്, ഒരു ടിയേ വരുന്നുള്ളൂ. ഒരു ടി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഡിവൈഡർ ബൈ ടിയുടെ 2 ഫാക്ടോറിയൽ ഉണ്ടല്ലോ, അത് കൊടുക്കണ്ട. വേറെ ആരൊക്കെ ഉണ്ട്? 2 r ഉണ്ട്, 2 o ഉണ്ട്. സോ ഡിവൈഡർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു ചോദ്യമായിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ അടുത്ത പാർട്ട് ഇതാണ് എ പാർട്ട് കേട്ടോ. ഇതിൻ്റെ ബി പാർട്ട് നോക്കാം. ഡു ഓൾ വവൽസ് ഒക്കെ ടുഗദർ. എല്ലാ വവൽസും ഒന്നിച്ച് ഉണ്ടാവുക. ട്രിഗണോമെട്രിയിൽ എത്ര വവൽസ് ഉണ്ടെന്നാണ് എല്ലാവരും ആദ്യമായിട്ട് നോക്കേണ്ടത്. എന്തൊക്കെയാണ് വവൽ? എ ഇ ഐ ഒ യു. എ ഉണ്ടാ? ഇല്ല. ഇ ഉണ്ട്. എ ഇ. ഐ ഉണ്ട്. ഓ ഉണ്ട്. യു ഇല്ല. കഴിഞ്ഞു. എ ഐ ഒ യു. നമുക്ക് എന്താണ് നോക്കാം? മൊത്തം 4 പേരാണ്. 1 2 3 4. അപ്പോൾ ഞാനിതിനെ ഇത്തരത്തിലാണ് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 വവൽസ്, മൊത്തം 12 ലെറ്റേഴ്സ് ഉണ്ട്. എന്താണ് അതിൽ? 4 വവൽ. അത് ഈ കാണുന്ന ബോക്സിൽ ഇട്ടു. ഇവിടെ 4 വവൽസ് ഉണ്ട്. അവിടെ നോക്കട്ടെ. ബാക്കി എത്ര പേരുണ്ടോ? ബാക്കി നമുക്കറിയാം. 4 കഴിഞ്ഞു. 5ാമത്തെ, 6ാമത്തെ, അങ്ങനെ 7 8 9 10 11 12. മൊത്തം 12 ലെറ്റേഴ്സായി. അപ്പോൾ നോക്കുമ്പോൾ എത്ര ബോക്സ് ഉണ്ട്? ഒരു ബോക്സ്. 2 3 4 5 6 7 8 9 ബോക്സ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 9 ഫാക്ടോറിയൽ വേസ്. കഴിഞ്ഞു? ഇല്ല. റിപ്പീറ്റേഷൻ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ വവൽസ് അല്ലാത്തത് ആരൊക്കെയാ? ആരൊക്കെ വരുന്നുണ്ട് അതിൽ? ടി വരുന്നുണ്ട്. പിന്നെ അതിലുണ്ടോ? ആറുണ്ട്. സോ 2 ടി ഉണ്ട്, 2 r ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ്, അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന 9 ബോക്സുകൾ തമ്മിലുള്ള ഷഫ്ലിംഗ്. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി, എല്ലാവരും നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു 4 ബോക്സ് ഉണ്ട്. ഇങ്ങനെ 4 ബോക്സ്. ഈ കാണുന്ന 4 ബോക്സ് നമുക്ക് എന്താണ് വീണ്ടും അറേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണ്. ഈ കാണുന്ന 4 ബോക്സ് നമുക്ക് എന്താണ് 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഡിവൈഡർ ബൈ. അവിടെയും റിപ്പീറ്റേഷൻ ഉണ്ടോ നോക്കാം. ഉണ്ടോ റിപ്പീറ്റേഷൻ? ഉണ്ട്. നമുക്കറിയാം 2 o വരുന്നുണ്ട്. 2 മീൻസ് വവൽസിൽ എന്താണ് 2 o വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ചെയ്തു ഡിവൈഡർ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ. So 9 factorial divided by 2 factorial into factorial into 4 factorial divided by 2 factorial. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എല്ലാവരും തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് നോക്കുക എന്താണ് ഇവൻ്റെ ഉത്തരമെന്ന് കേട്ടോ. ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒന്ന് പരിശോധിക്കുക. മുന്നോട്ട് പോകുന്നു. ലിമിറ്റ് x tends to f of x if f of x equal to x raised to 4 minus 16 divided by x cube minus 8. So simple. Limit x tends to 2 x raised to 4 minus 16. ഞാനതിനെ 2 raised to 4 കേട്ടോ. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ്. 8 2 ക്യൂബ് ആണ് കേട്ടോ. നമ്മൾക്കറിയാവുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാവരും നോക്കണം.
ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇറ്റ് ഈസ് സെയിം ആസ് എൻ എ റേസ് ടു എൻ മൈനസ് 1. ഇതാണ് പ്രോപ്പർട്ടി. എൻ എ റേസ് ടു എൻ മൈനസ് 1 ഒരു റിസൾട്ടാണ്, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന റിസൾട്ടാണ് ഈ പറയുന്നത്, എൻ എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ താഴെ നോക്കുമ്പോൾ എക്സ് മൈനസ് എ വേണ്ട, അതായത് എക്സ് റേസ് ടു എൻ എ റേസ് ടു എൻ, എക്സും എയും ഉണ്ട്, താഴെ എന്ത് വേണം, എക്സ് മൈനസ് എ വേണം. ഇവിടെ എക്സ് റേസ് ടു 4 2 റേസ് ടു 4, താഴെ ആര് വേണം, എക്സ് മൈനസ് 2 വേണം. ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും നോക്കട്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു 4 മൈനസ് 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഞാൻ എൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ മക്കളെ എന്താണ്, എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞു. ഈ കാണുന്ന ഫോമുല അപ്ലൈ ചെയ്യുന്നു, എൻ റേസ് ടു എൻ മൈനസ് 1. മേലെ നോക്കുമ്പോൾ എൻ എന്താ, എൻ 4 ആണെന്നറിയാം, 4. എ എന്താ, എ എന്ന് പറഞ്ഞ മക്കളെ ഇവിടെ നോക്കാം, എ നോക്കാം, അല്ലെങ്കിൽ ഈ കാണുന്നവനൊക്കെ തന്നെ ആണ്, 2 ആണ് എ. 2 റേസ് ടു 4 മൈനസ് 1 അതായത് 3 ഡിവൈഡഡ് ബൈ ഇവിടുത്തെയോ, ഇവിടെ എന്ന് പറഞ്ഞ പവർ എന്താണ്, 3 ആണെന്നറിയാം, സോ 3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1 അതായത് 2. സോ ഇവിടെ വെട്ടിപ്പോയി, 2 2 3 ഉണ്ട് വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, 4 ഇൻറ്റു 2 8 8/3. ഒരു ചെറിയ ട്രിക്കൊക്കെ ഉണ്ട്, ട്രിക്ക് ഇതാണ്, പിടിച്ചോ. 1 സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് ആൻസർ എഴുതാൻ പറ്റും. 1 സ്റ്റെപ്പിൽ അറിയോ, ഈ കാണുന്ന പവേഴ്സ് ഉണ്ടല്ലോ അവരെ ഡിവൈഡ് ചെയ്യ പരസ്പരം 4/3 കഴിഞ്ഞോ, ഇല്ല. ഇവിടുത്തെ ആരാ, A2 ആണെന്ന്, 2 റേസ് ടു പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, 4 മൈനസ് 3 അതായത് 1. സോ 4/3 ഇൻറ്റു 2 റേസ് ടു 1 ഇറ്റ് ഇസ് സെയിം ആസ് 8/3. എന്താ ചെയ്തേ, പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്തു, 4/3. 2 നമ്മുടെ എ എഴുതി, ഇതാണ് എ 2. പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു, 4 മൈനസ് 3 ഇറ്റ് ഇസ് സെയിം ആസ് 1. ഇതാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ടുണ്ട്. അടുത്തേക്ക് പോകുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യം, നോക്കൂ എല്ലാവരും, ക്വസ്റ്റ്യൻ നോക്കൂ, എല്ലാവരും നോക്കൂ കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് 2x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. നമ്മൾ LHലും RHലും കണ്ടുപിടിക്കണം കേട്ടോ, ആണ് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നാൽ എല്ലാവരും ഓർത്തോളൂ, ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നാൽ ഈ കാണുന്ന പോയിന്റ് ഏതാ, സ്പ്ലിറ്റിംഗ് പോയിന്റ് 2 ആണല്ലോ, 2ൻ്റെ LHലും RHലും കാണണം. അറ്റ് എക്സ് ഈക്വൽസ് 2, 2ൻ്റെ LHലും RHലും കേട്ടോ, LH RH എന്താ LHൽ വരുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2ൻ്റെ LHലാണ്, സോ 2 മൈനസ് എഫ് ഓഫ് എക്സ്. 2ൻ്റെ RHലാണ്, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2നെക്കാൾ ചെറുതാണ്, ലെസ് ദാൻ 2 ആണ്, ലെസ് ദാൻ 2. എൻ്റെ ഫംഗ്ഷൻ ആരാണ്, എക്സ് സ്ക്വയർ. സോ ഓടിപ്പോയിട്ട് എഫ് ഓഫ് എക്സിന് നമ്മൾ എന്താണ്, എക്സ് സ്ക്വയർ എന്നുള്ള എഴുതി വയ്ക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ. അടുത്ത് 2 പ്ലസ് 1 2നെക്കാളും വലുത്, ഗ്രേറ്റർ ദാൻ 2, ആരാ ഫംഗ്ഷൻ 2x, എഫ് ഓഫ് എക്സ് 2x എഴുതുക. എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 4. ഇവിടെ നമുക്ക് എന്താണ്, 2 ഇൻറ്റു 2 എക്സിന് പകരം 2 കേട്ടോ, ഇറ്റ് ഇസ് 4. സോ LHലും RHലും ഈക്വൽ ആണ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന വാല്യൂ ആണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 4. ഇതാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ടിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലാറ്റസ്റ്റ് റെക്ടം, എക്സെൻട്രിസിറ്റി. 6 പേര്, എല്ലാത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടുണ്ടോ. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 1 ആണ് ആവശ്യം, എലിപ്സ് ആണല്ലോ, പ്ലസ് ആണ് എലിപ്സ്, ചോദിച്ച എലിപ്സ് ഉണ്ട്, 1 ആണ് ആവശ്യം. ഈ കാണുന്ന 144നെ 1 ആക്കണം,
നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് 144 ഡിവൈഡ് ചെയ്തു. സോ 9/144 x² പ്ലസ് 16/144 y² equal to 144 divided by 144. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? 9 in 144 ഇറ്റ് സെയിം ആസ് x² ഡിവൈഡഡ് ബൈ നമുക്കറിയാം 16 ടൈംസ് പ്ലസ് y² by 9 equal to 1. ഇതാണ് മക്കൾ നമ്മുടെ എലിപ്സ്. ഓക്കെ, എക്സിൻ്റെ താഴെയാണ് വലുത്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ എലിപ്സ്. ഈ കാണുന്ന എലിപ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഓ നോ, where it goes? Yeah, where? Yeah, something has happened over here. Yeah, anyway. എൻ്റെ എലിപ്സ് ഇങ്ങനെയായിരിക്കും. അതായത് മേജർ ആക്സിസ് പറയുന്നത് എക്സ് ആക്സ് ആയിരിക്കും. മേജർ എക്സ് ആക്സ് ആയതുകൊണ്ട് എൻ്റെ ഫോക്കസ്, എൻ്റെ വേർട്ടെക്സ് എല്ലാം തന്നെ വേർട്ടെക്സ് എല്ലാം തന്നെ നമ്മൾ എവിടേക്കും? അതെല്ലാം തന്നെ എക്സ് ആക്സിലായിരിക്കും. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാം a² എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, x² by a². യാ, കണ്ട, y² by b². b² എത്രയാണ്? 9 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് c² വേണം. നമുക്കറിയാം a² equal to b² plus c² ആണ്. which implies നമുക്ക് പറയാൻ പറ്റും c² equal to a² minus b². അതായത് 16 minus 9 it is same as നമുക്കറിയാം 7, which implies c equals √7. c എന്ന് പറയുന്നത് √7 ആണ്. അപ്പോൾ ഫോക്കസ് എന്താ? ഫോക്കൈ ഇറ്റ് ഇസ് സെയിം ആസ് മക്കളെ പ്ലസ് ഓർ മൈനസ് √7, 0. ഒന്നാമത്തെ ആളായി വേർട്ടെക്സ്. ഓക്കെ, നമുക്കറിയാം വേർട്ടിസസ് ഇറ്റ് ഇസ് സെയിം ആസ് പ്ലസ് ഓർ മൈനസ് a,0. അതായത് പ്ലസ് ഓർ മൈനസ് നമുക്ക് നോക്കി എല്ലാവരും നമുക്കറിയാം a² 16 ആണ്. സോ a എന്താണ്? a4 ആണെന്നറിയാം. സോ പ്ലസ് ഓർ മൈനസ് 4,0 വേർട്ടിസ് കിട്ടി. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഇറ്റ് ഇസ് സെയിം ആസ് 2 into a. a എന്ന് പറയുന്നത് 4 ആണ്. സോ 2 into 4 ഇറ്റ് ഇസ് 8. അടുത്ത കിട്ടി. പിന്നെ എന്താ ചോദ്യമുള്ള? ബാക്കി ലെങ്ത് ഓഫ് മൈൻഡ് ആക്സിസ് ഉണ്ട്. ലെങ്ത് ഓഫ് മൈൻഡ് ആക്സിസ് ഇറ്റ് ഇസ് സെയിം ആസ് 2 times b. നമുക്ക് b² എന്ന് പറഞ്ഞാൽ 9 അല്ലേ മക്കളെ? സോ b എന്താ? b 3 അല്ലേ? സോ 2 into 3 ഇറ്റ് ഇസ് 6. എക്സെൻട്രിസിറ്റി e ഇറ്റ് ഇസ് സെയിം ആസ് c by a. ഞാൻ അതിന് മുമ്പ് എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം ഉണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് ഞാൻ അതിനെ L എന്ന് എഴുതിട്ടോ. ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം ഫോമിൽ എന്താണ്? 2b² by a. സോ 2 into b² ഇറ്റ് ഇസ് സെയിം ആസ് 9 അല്ല 9 അല്ലേ? 9 ബൈ a4 ആണെന്നറിയാം. 18/4 ഒന്ന് ക്യാൻസൽ അല്ലേ? 2 times. സോ 9/2 ആൻഡ് ഈക്വൽ ടു c by a. c എന്ന് പറഞ്ഞാൽ എന്താണ്? √7 ആണ്. ആൻഡ് ബൈ a 8 സെയിം ആസ് 4. സോ ഇതാണ് മക്കളെ 6 മാർക്ക് ചോദ്യം. 6 പേരുണ്ടായിരുന്നു. 6 പേരും വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് എഴുതാൻ വേണ്ടി സാധിച്ചു. ഇത്ര മാത്രമാണ് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ സുഖമായിട്ട് തന്നെ എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ വേണ്ടി സാധിച്ച കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് ലഭിച്ചിരിക്കും. മക്കളെ, നമ്മളിതാ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ടൈം എക്സാം അവസാനിച്ചു. ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടി ബാക്കിയുള്ളൂ. നിങ്ങൾ എന്താവശ്യമായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സൈലത്തെ അറിയിക്കുക. എക്കാലവും നിങ്ങളോടൊപ്പം തന്നെ സൈലം ഉണ്ടാകും. സൈലം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തന്നിട്ടേ വിശ്രമിക്കുകയുള്ളൂ എന്ന് ഒറ്റുറപ്പ് നൽകിക്കൊണ്ട് തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. നമുക്ക് ഒന്നിച്ച് പഠിച്ച് മെയിൻ എക്സാമിൽ ഫുൾ മാർക്ക് ഒന്നിച്ച് നേടണം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.